സാങ്കേതിക സർവകലാശാലയിൽ ഇന്നലെ നടന്ന സംഭവങ്ങൾ കാണുമ്പോൾ രാജ്ഭവനും നമ്മുടെ പിണറായി സർക്കാരും തമ്മിലുള്ള മധ്യവിധു എത്ര കാലത്തേക്ക് തുടരുമെന്ന സംശയമാണ് ഉയരുന്നത്. അത് പെട്ടെന്ന് കഴിയാൻ പോവുകയാണോ? പക്വമതിയായ ഗവർണർ എന്നൊക്കെ ഗവർണർക്ക് സർട്ടിഫിക്കറ്റ് നൽകി അദ്ദേഹത്തെ ഒന്ന് സന്തോഷിപ്പിച്ച് നിർത്താൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നുണ്ട്. അതുമാത്രമല്ല, കുടുംബസമേതം രാജ്ഭവനിലെത്തി ചില സമ്മാനങ്ങളൊക്കെ നൽകി. പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി ഉണ്ടായിരുന്ന ബന്ധം അതുപോലെ വഷളാകരുത് എന്ന് ആലോചിച്ചിട്ടായിരിക്കണം, അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടായിരിക്കണം പുതിയ ഗവർണറോട് തന്റെ തനി സ്വഭാവം മാറ്റിവെച്ച് അദ്ദേഹത്തിന് മുമ്പിൽ നല്ല കുട്ടിയാവാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാനുമായുള്ള ബന്ധം ആദ്യകാലത്ത് വളരെ നല്ലതായിരുന്നു. സൗഹൃദത്തിലാണ് സർക്കാരും ഗവർണറും മുന്നോട്ട് പോയത്. പെട്ടെന്ന് അത് കീഴ്മേൽ മറിഞ്ഞു, പൊളിഞ്ഞ് പാളീസാവുകയാണ് ചെയ്തത്. പിന്നീട് ഒരിക്കലും ആ ബന്ധം മെച്ചപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ രണ്ടു കൂട്ടരും, സർക്കാരും രാജ്ഭവനും തമ്മിൽ അകന്നുപോയി. നമ്മുടെ ചില സർവകലാശാലകളെയും സർവകലാശാല VC-മാരെയും SFIക്കാരെയും മുൻനിർത്തിയായിരുന്നു ഗവർണറുമായിട്ടുള്ള ഈ അങ്കക്കരി. അത് പലപ്പോഴും തെരുവോളം എത്തി. SFIക്കാർ ഗവർണറെ തെരുവിൽ തടയുന്നു, ഗവർണർ റോഡിലിറങ്ങിയെന്ന് അവരെ പ്രതിരോധിക്കാൻ നോക്കുന്നു. തന്നെ തടഞ്ഞ SFIക്കാരെ പിടിക്കാൻ ആളെ വിട്ടിട്ട് സമീപത്തുള്ള ചായക്കടയുടെ മുമ്പിൽ ഗവർണർ ഒരു കസേരയും ഇട്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ധാരാളം ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഗവർണറുടെ കാലത്ത് കാണുകയുണ്ടായി. വിപ്ലവം നടപ്പാക്കാൻ ഉദ്ദേശിച്ച് നിയമസഭ പാസാക്കിവിട്ട പല നിയമങ്ങളും രാജ്ഭവനിൽ സുഖവിശ്രമം കൊണ്ടു. സർവകലാശാലകളുടെ ചാൻസലർ പദവി തട്ടിയെടുക്കാനുള്ള ആഗ്രഹം ഇപ്പോഴും ഏറിൽ നിൽക്കുകയാണ്. പല നിയമങ്ങളും ഗവർണറുടെയും അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെയും മുമ്പിൽ കിടക്കുകയാണ്. അതൊന്നും നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു തരത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ സ്ഥലം കാലിയാക്കിയപ്പോഴാണ് സർക്കാർ ഒന്ന് ശ്വാസം വിട്ടത്. അതിനെ തുടർന്നാണ് രാജേന്ദ്ര അർലേക്കർ പുതിയ ഗവർണർ എത്തിയത്. അദ്ദേഹവുമായി തുടക്കത്തിലെ ഒരു നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് ഗവൺമെന്റ് ശ്രമിച്ചു. പ്രത്യേകിച്ച് പിണറായി വിജയൻ ശ്രമിച്ചു. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ പോയി കാണും, അദ്ദേഹം വിളിക്കുന്ന യോഗങ്ങളിലൊക്കെ പങ്കെടുക്കും. അങ്ങനെ ഒരു നല്ല തുടക്കമായിരുന്നു. അങ്ങനെയാണ് പക്വമതിയായ ഗവർണർ എന്നൊരു സർട്ടിഫിക്കറ്റ് പുതിയ ഗവർണർക്ക് നമ്മുടെ മുഖ്യമന്ത്രി കൽപ്പിച്ച് നൽകിയത്. കഴിഞ്ഞ ദിവസം സാങ്കേതിക സർവകലാശാലയിൽ ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ ഒരു യോഗം ചേർന്നു. ഈ ഗവർണർമാരുടെ ബോർഡ് എന്ന് പറയുന്നത് മറ്റു സർവകലാശാലകളിലെ സെനറ്റിന് തുല്യമാണ്. അവിടെ സിൻഡിക്കേറ്റ് ഉണ്ട്. പക്ഷെ ആ സിൻഡിക്കേറ്റ് പല കാരണങ്ങൾ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ കാരണങ്ങളാൽ കുറേ കാലമായിട്ട് ചേരുന്നില്ല. അത് സർവകലാശാലയുടെ ഭരണത്തിലൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. സിൻഡിക്കേറ്റ് യോഗം ചേരാതിരിക്കുന്നതിന്റെ കാരണം ഗവൺമെന്റ് തന്നെയാണ്. ഗവൺമെന്റിന് നോമിനികളെ അയക്കുന്നില്ല, അവർ പങ്കെടുക്കരുതെന്ന് നിർദ്ദേശം നൽകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സർവകലാശാലയുടെ ബജറ്റ് പാസ്സാക്കേണ്ട ഒരു അടിയന്തര ആവശ്യം നേരിടുന്നു. പക്ഷെ അതിനുപോലും സിൻഡിക്കേറ്റ് ചേരുന്നതിന് സമ്മതിക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഗവർണർ ഇടപെട്ട് ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ യോഗം ചേരാൻ തീരുമാനിച്ചത്. അതാണ് പരമാധികാര സഭ. പറഞ്ഞല്ലോ, സെനറ്റിന് തുല്യമായിട്ടുള്ളതാണ്. അവിടെ വേണമെങ്കിൽ ഈ ബജറ്റ് പാസ്സാക്കാം. ഗവർണറും ഈ യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് തീരുമാനിച്ചു. അദ്ദേഹം അവിടേക്ക് ചെല്ലുന്നു. പക്ഷെ കളിയാരോടാ? CPM-നോടാ. 54 അംഗങ്ങളാണ് ഈ ബോർഡ് ഓഫ് ഗവർണേഴ്സിലുള്ളത്. അതിൽ 10 പേരാണ് വന്നത്. സമിതിക്ക് കോറമില്ല. 10 പേരെ കൊണ്ട് എങ്ങനെ യോഗം ചേരും? തീരുമാനങ്ങൾ എടുക്കും, ബജറ്റ് പാസ്സാക്കും. അവസാനം ഗവർണർ എന്ത് ചെയ്തു? യോഗം പിരിച്ചുവിട്ടു. അതിനുശേഷം VC-ക്ക് അദ്ദേഹത്തിന്റെ ചില സവിശേഷമായ അധികാരങ്ങൾ അതുണ്ട്. അതുപയോഗിച്ച് ബജറ്റ് അംഗീകരിക്കുന്നതിന് ഗവർണർ അനുമതി കൊടുക്കുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഗവർണർ വിചാരിച്ചിട്ട് പോലും, ചാൻസലറാണ് അദ്ദേഹം ആഗ്രഹിച്ചിട്ട് പോലും ഒരു സർവകലാശാലയില് അവരുടെ സെനറ്റ് യോഗം, ഇവിടെയാണെങ്കിൽ ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ യോഗം ചേരാൻ പറ്റുന്നില്ല. സിൻഡിക്കേറ്റ് യോഗമോ ചേരുന്നില്ല. അതിനു പുറമെയാണ് ഈ ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ യോഗത്തിലും ചേരാനായിട്ട് ഒരു നീക്കം നടത്തിയത്. അതുപോലും നടക്കുന്നില്ല. ഇത് സാങ്കേതിക സർവകലാശാലയാണെന്ന് ഓർക്കണം. വാസ്തവത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലയാ. അതിന്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന കേരളം മുഴുവനാണ്. കേരളത്തിലെ മുഴുവൻ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെയും കാര്യങ്ങൾ നോക്കേണ്ടത് ഈ സർവകലാശാലയാണ്. ഈ രംഗത്ത് നമ്മുടെ കുതിച്ചുകയറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പല പരിപാടികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് പുറത്തുള്ള കോളേജുകളിലേക്ക് ഇവിടെ നിന്ന് കുട്ടികൾ പ്രവഹിക്കുന്നത് തടയുന്നതിന് വേണ്ടിയാണ് വാസ്തവത്തിൽ നമ്മൾ ഇവിടെ സ്വാശ്രയ വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നത്, കൂടുതൽ കോളേജുകൾ ആരംഭിച്ചത്. പക്ഷെ ഇപ്പോഴെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ സർവകലാശാലയിൽ കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് നടക്കുന്നില്ല. കോളേജുകളിൽ വേണ്ട രീതിയിലുള്ള അധ്യയനം നടക്കുന്നില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികൾ വീണ്ടും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു കാമ്പസുകളിലേക്ക്, കേരളത്തിന് പുറത്തുള്ള കാമ്പസുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. CAG പോലും ഇത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മിക്ക എഞ്ചിനീയറിംഗ് കോളേജുകളിലും
സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുവെന്ന് CAG ചൂണ്ടിക്കാട്ടുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സാങ്കേതിക സർവകലാശാലയിലെ കാര്യങ്ങളൊന്ന് നേരെയാക്കാൻ ഗവർണർ തന്നെ ഇറങ്ങി പുറപ്പെട്ടത്. അതുപോലും സാധ്യമല്ലാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. വാസ്തവത്തിൽ ഗവർണർ പങ്കെടുക്കുന്ന ഈ യോഗം അലങ്കോലപ്പെടുത്തുക എന്ന ഉദ്ദേശം തന്നെയാണ് ഈ കോറം ഇല്ലായ്മയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്നത്. സർക്കാരിന്റെ പ്രതികൾ 2 MLA-മാരടക്കമുണ്ട്. അവരാരും യോഗത്തിന് ചെന്നിട്ടില്ല. ഭരണഘടനാ പദവിയുള്ള ആളാണ് ഗവർണർ എന്ന് ആലോചിക്കണം. അദ്ദേഹത്തെ ഇതിൽ പരം എന്താണ് അപമാനിക്കാനുള്ളത്? ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി കാണുകയും പക്വമതിയായ ഗവർണറിന് സർട്ടിഫിക്കറ്റ് നൽകുകയും കരാൽക്കടയിൽ നിന്ന് ഒരു കസവ് കൊണ്ട് വാങ്ങിച്ച് സമ്മാനമായി നൽകുകയും ചെയ്താൽ ഇത്തരത്തിലുള്ള അപമാനത്തിന് അതൊരു പരിഹാരമാവും. ഇതിനിടയ്ക്കാണ് പതിവില്ലാതെ നമ്മുടെ രാജ്ഭവനില് ഒരു RSS സൈദ്ധാന്തികനെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു യോഗം നടന്നത്. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ ആയിരുന്നു ചർച്ചാ വിഷയം. പാകിസ്ഥാന് മേൽ ഇന്ത്യ നേടിയ വിജയം അത് ആഘോഷിക്കുന്നതിനോ അതിനെക്കുറിച്ചൊരു സമ്മേളനം നടത്തുന്നതിനോ തെറ്റൊന്നുമില്ല. അത് രാജ്ഭവൻ വേദിയാകണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ഇവിടെ സംസാരിക്കാൻ വന്നത് പ്രതിരോധ രംഗത്തെ വിദഗ്ധരാരുമായിരുന്നില്ല. RSSന്റെ സൈദ്ധാന്തികനായ S. ഗുരുമൂർത്തി ആയിരുന്നു. ഇതിന് വേണ്ടി ഇപ്പോൾ ഒരു വലിയ വിവാദം കേരള രാഷ്ട്രീയത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. രാജ്ഭവനെ ഒരു രാഷ്ട്രീയ യോഗ വേദിയാക്കി മാറ്റി എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ആ യോഗത്തിൽ സംസാരിച്ച ഗുരുമൂർത്തി നരേന്ദ്രമോദിയെ പുകഴ്ത്തി വാഴ്ത്തി പറഞ്ഞു. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പ്രധാനമന്ത്രിയെ പുകഴ്ത്തി ഒരാൾ സംസാരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ മുൻ സർക്കാരുകളെ, മുൻ പ്രധാനമന്ത്രിമാരെ, പ്രത്യേകിച്ച് മൻമോഹൻ സിംഗിനെ വളരെ ഇകഴ്ത്തി സംസാരിച്ചു, അല്ലെങ്കിൽ വളരെ താഴ്ത്തി കെട്ടിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതാണ് പ്രതിപക്ഷ നേതാവിന്റെ എതിർപ്പിന് കാരണമായിരിക്കുന്നത്. രാജ്ഭവനുകളിൽ ഇതുപോലെ യോഗങ്ങളോ സെമിനാറുകളോ സിമ്പോസിയങ്ങളോ ഒന്നും നടക്കുന്ന പതിവുള്ളതായി തോന്നുന്നില്ല. കേരളത്തിലെ രാജ്ഭവനിൽ നേരത്തെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഇതൊരു പക്ഷേ നമ്മുടെ പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ ഒരു പരിഷ്കാരം ആയിരിക്കാം. പക്ഷേ രാജ്ഭവനുകൾ ഒരു രാഷ്ട്രീയ അഭിപ്രായ വേദിയായി, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ഒരു ഉപാധിയായി മാറുന്നത് ഒട്ടും ശരിയല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അത് ഗവർണർ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തെക്കുറിച്ച് ജനങ്ങൾക്കുള്ള അഭിപ്രായം അല്ലെങ്കിൽ മതിപ്പ് കുറയാൻ മാത്രമേ ഇടയാവുകയുള്ളൂ. അതാണ് VD സതീശൻ ചൂണ്ടിക്കാണിച്ചത്. രാജ്ഭവനിലെ ചെലവുകൾ നിർവഹിക്കുന്നത് സർക്കാർ കൊടുക്കുന്ന പണം ഉപയോഗിച്ച അവിടെ നടക്കുന്ന സൽക്കാരങ്ങൾ, മറ്റു ചടങ്ങുകൾ, ഇതിനൊക്കെ സംസ്ഥാന സർക്കാരാണ് പണം മുടക്കുന്നത്. വാസ്തവത്തിലൂടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? പിണറായി വിജയൻ നയിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെ ചെലവിൽ അവർ കൊടുത്ത പണം ഉപയോഗിച്ച് ഒരു RSS സൈദ്ധാന്തികൻ കേരളത്തിൽ വന്ന് ഒരു പ്രഭാഷണം നടത്തി എന്നൊരു സവിശേഷ സാഹചര്യമാണ്. പക്ഷെ CPM നയിക്കുന്ന മുന്നണി സർക്കാരോ ഇതേപ്പറ്റി കമാന്നൊരക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പോലും അഭിപ്രായം പറയുന്ന ആളാണ് നമ്മുടെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാർക്സ്. പക്ഷെ അദ്ദേഹം പോലും ഇത് കണ്ട ഭാവം നടിച്ചിട്ടില്ല. അതേപ്പറ്റി ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ CPMന്റെ നിലപാടുകളെ, അല്ലെങ്കിൽ അവര് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് നടന്നിരിക്കുന്നത്. രാജ്ഭവനിൽ RSSന്റെ ഒരു സൈദ്ധാന്തികൻ വന്നിട്ട് സംസാരിക്കുന്നു. എന്നിട്ട് പോലും നിശബ്ദത പാലിക്കുന്നു. ഒരുപക്ഷെ ഗവർണറുമായിട്ടുള്ള ബന്ധം മോശമാകണ്ട എന്ന് കരുതിയാവണം. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാ മാസവും രാജ്ഭവനിൽ ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ നടക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്ത. അതായത് കൂടുതൽ ഗുരുമൂർത്തിമാര് രാജ്ഭവനിൽ വന്ന് പ്രഭാഷണം നടത്തും. സെനറ്റ് ഹാള്, അതുപോലെ തന്നെ അയ്യങ്കാളി ഹാള്, കോബാങ് ടവർ മുതലായ നഗരത്തിലെ സമ്മേളന വേദികളുടെ തലത്തിലേക്ക് രാജ്ഭവനും ഉയരും. അപ്പോൾ തീർച്ചയായും CPMന്, പിണറായി വിജയന്, MV ഗോവിന്ദൻ മാഷിന് ഇതേക്കുറിച്ചൊരു അഭിപ്രായം പറയേണ്ടി വരും. അതുവരെ കാത്തിരിക്കാം.